വായനാ ദിനമായി നാം ആചരിക്കുന്നത് എന്ന് ജൂൺ 19. ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കർ ജനിച്ചത് എവിടെ? ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം 1996. പി.എൻ. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2004 ജൂൺ 19. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം തുടക്കം കുറിച്ചത്? പി.എൻ. പണിക്കർ. വായനാ വാരം എന്നു മുതൽ എന്നുവരെ? ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം? പാരായണം ചെയ്യപ്പെടുന്നത്. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഈ വരികൾ ആരുടേത്? ചെമ്മനം ചാക്കോ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന സ്ഥലം? കോട്ടയം. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്? ഓർമ്മയുടെ അറകൾ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ. ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല? കാസർഗോഡ്. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? സാഹിത്യലോകം. മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏത്? എൻ്റെ കഥ. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഗ്രീക്ക് സാഹിത്യം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്? എഴുത്തച്ഛൻ. വരിക വരിക സഹചരെ എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര്? അംഷി നാരായണപിള്ള. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര്? പുതുവായിൽ നാരായണ പണിക്കർ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികൾ?